എനിക്ക് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സാലറി കുറവാണ്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്താലോ എന്നിങ്ങനെ ഒരു ആലോചന മുന്നിൽ വന്നപ്പം ഉണ്ടായിരുന്ന സ്വർണവും കുറച്ച് ക്യാഷും എല്ലാം കൂടെ പണയവും വിറ്റൊക്കെ വെച്ചിട്ട് ഒരു ഹോട്ടൽ തുടങ്ങി. ആദ്യത്തെ ഒരു 3 മാസം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കച്ചവടവും നല്ല അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കച്ചവടം പയ്യനെ കുറയാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ വൈഫിൻ്റെ അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, നമ്മുടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, എല്ലാം റെഡിയാകുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മ മാതാവിനുള്ള വിശ്വാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടായി കച്ചവടം. അങ്ങനെ വാടക പോലും കൊടുക്കാതെ ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥയിലോട്ട് വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥ ആയി എന്ന് സ്വയം എൻ്റെ മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ വിശ്വാസം പോയി. അവിടെ കൊണ്ട് എൻ്റെ ഉടമ്പടി തെറ്റി. പിന്നെ ഈ കടം മേടിച്ചവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും കടം മേടിക്കേണ്ട അവസ്ഥയായി. ഒരുപാട് ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുത്ത് അതിൽ നിന്ന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് റോൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും കടം കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കട വേറെ ആൾക്കാരെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണാം, ഈ കട ഒരാളെ സ്ഥിരമായിട്ട് നടത്താൻ അവിടെ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കട ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ വേറെ ആൾക്കാരായിരിക്കും. അതായത് ആ കടയിൽ എന്ത് ബിസിനസ് ചെയ്താലും നടക്കാത്ത അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത്, അമ്മ മാതാവ് അന്ന് ആ കൂടുതൽ കടത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആണ് എന്നെ അവിടെ നിന്ന് മാറ്റിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ മനസ്സിലോട്ട് വീണ്ടും ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹം വന്നു. ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഈ ഉണ്ടാക്കിയ ആ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് എനിക്ക് വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാം പറ്റേ വരും പോവും. ചിലതൊക്കെ ഓഫർ ലെറ്റർ വരും എന്ന് എല്ലാ ഏജൻസികളും പറഞ്ഞിട്ടും വരാണ്ടായി. പിന്നെ മാക്സിമം ഞാൻ ഈ ഉള്ള ജോലിക്ക് പോകുന്ന സമയത്ത് മാക്സിമം പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കും.